ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോയാലോ? വെൽക്കം ഓൺ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പേ എടുത്തു വച്ചിരുന്നതാണ്. ഏതാണ്ട് കഴിഞ്ഞ വർഷം പോയതാണ്. ഇന്ന് ഞാൻ ഈ ഒരു ഫോണിൽ ഗാലറി തുറന്ന് നോക്കിയപ്പം കിടക്കുന്നു. എന്നാൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ടേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അന്നേരം ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു, പക്ഷെ ഞാൻ ഇട്ടില്ല. എന്തായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബോറായിരുന്നു. കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്യണം. അന്നേരം ഈ ഒരു സ്ഥലത്ത് പോയപ്പോഴായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റേ ഉണ്ടായിരുന്നത്. സ്ഥലം എവിടെയാണെന്നൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറയാം കേട്ടോ. അന്നേരം അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഈ വാട്ടർഫോൾസിൻ്റെ പേര് പറഞ്ഞു തന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഒരു വാട്ടർഫോൾസിൻ്റെ പേര് റിയലി മറന്നുപോയി. പക്ഷേ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, നമുക്ക് കണ്ടാൽ മതിയല്ലോ. നല്ല പാല് പോലെ വെള്ളം ഒഴുകുന്ന ഒരു വാട്ടർഫോൾസ് ആയിരുന്നു. ഞങ്ങൾ കുറേ നേരം അതൊക്കെ നോക്കി അവിടെ നിന്ന് അതൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ തിരിച്ച് വന്നിട്ട്. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി. ഞങ്ങൾ കട്ടപ്പനയിൽ സ്റ്റേ ചെയ്യാൻ പോവായിരുന്നു. എൻ്റെ ഫസ്റ്റ് സ്റ്റേ ആണ് കേട്ടോ ഇവിടെ കട്ടപ്പനയിൽ. ആൻഡ് ഇവിടെ ഡോഗ്സൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാവരെയും ഞാൻ വഴിയെ കാണിച്ചു തരാം. അന്നേരം എനിക്ക് ഭയങ്കര ഡ്രീമി പ്ലേസ് ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഇത് ഒരു കുഞ്ഞു ഡോഗാണ്. വേറെയും കുറേ ഡോഗ്സ് ഉണ്ട്. ചാർലി എന്നാണ് ഈ ഒരു ഡോഗിൻ്റെ പേര്. പിന്നെ അവിടെ താഴോട്ട് ഇറങ്ങി പോകുമ്പം ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് ഞാനൊരു ഡ്രീം വേൾഡിൽ പോയ പോലെയാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടുത്ത് ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നത് കുളത്തിൻ്റെ അടുത്തോട്ടാണ്. അന്നേരം ഇതായിരുന്നു ആ ഒരു കുളം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എൻ്റെ ഫസ്റ്റ് സ്റ്റേ ആയതുകൊണ്ട് അത്രയും ഹാപ്പിനെസ് എനിക്ക് കൂടുതലുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ ഷീന മാമി ഹായ് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നേരെ തിരിച്ച് വീട്ടിലോട്ട്, അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് നടന്നു പോവുകയാണ്. പിന്നെ ഞങ്ങളുടെ മുഖ്യ എയിം എന്ന് പറയുന്നത് അവിടെ മുന്തിരിത്തോട്ടത്തിൽ പോകാമെന്നാണ്. കമ്പം തേനിയിൽ മുന്തിരിത്തോട്ടത്തിലാണ് ഞങ്ങൾ പോകാൻ വന്നത്. എന്നാലും ഞങ്ങൾ കട്ടപ്പനയിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല അടിപൊളി പ്ലേസസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയ ഒരു പ്ലേസാണ്. എനിക്ക് ഒന്നും കൂടെ പോകണമെന്ന് വളരെ അധികം ആഗ്രഹമുണ്ട് കേട്ടോ. അന്നേരം എല്ലാവരും കാറിലിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു ബേക്കറിയിൽ കയറി കേട്ടോ. ഞങ്ങൾ തേനിയിൽ വന്നു. ഈ ഒരു ബേക്കറിയുടെ ബാക്കിലാണ് നമ്മുടെ മുന്തിരിത്തോട്ടം ഉള്ളത്. ഞാനൊരു ഐസ്ക്രീമൊക്കെ കുടിച്ചു. പിന്നെ സ്ലൈഡ് കണ്ടപ്പോൾ അവിടെ പോയി ഒന്ന് സ്ലൈഡ് ചെയ്യും. അന്നേരം എൻ്റെ കൂടെ സ്ലൈഡിൽ ഇരുന്നത് ഡാനിഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ വന്ന എൻ്റെ ടൂർമേറ്റ് ആയിരുന്നു. ടൂർമേറ്റ് മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അന്നേരം നമ്മൾ മുന്തിരിത്തോട്ടത്തിലെത്തി. കുറച്ചൊക്കെ പച്ചമുന്തിരികളായിരുന്നു. അന്നേരം അത് കണ്ടപ്പോൾ പച്ചമുന്തിരിയാണല്ലോ, വിളഞ്ഞില്ലല്ലോ, പഴുത്തില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചെങ്കിലും പിന്നെ ഞങ്ങൾ ഒറിജിനൽ മുന്തിരിത്തോട്ടത്തിലൊക്കെ പോയി. എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ചത് അപ്പുറത്തെ സൈഡിലുള്ള മുന്തിരിത്തോട്ടമാണ്. ഇനി ഇപ്പുറത്തെ സൈഡിൽ മുന്തിരിത്തോട്ടമുണ്ട്. അന്നേരം ആ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ മുന്തിരികളൊക്കെ ഇവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. അന്നേരം അവിടെ അടുത്തൊരു വീട് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളി കുറേ മുന്തിരികളുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഒരു മുന്തിരി പോലും അവിടുന്ന് പറിക്കാൻ പറ്റത്തില്ല. മാർക്കറ്റിൽ പോയി വാങ്ങാൻ അവിടുന്ന് തന്നെ പറഞ്ഞു വിടും. അന്നേരം നമ്മൾക്ക് കാണാൻ മാത്രമേ പറ്റൂ. കാണുക, വീഡിയോ എടുക്കുക, ഷടാന്ന് പോകുക, അത്ര മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. അന്നേരം മുന്തിരിയൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് എത്ര കണ്ടിട്ട് മതിയാവുന്നില്ല. ഞങ്ങളൊരു 1.5 hour വരെ ഞങ്ങളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങളിൽ പലരും പോയിട്ടുണ്ടായിരിക്കും, പലരും പോയിട്ടില്ലായിരിക്കും. എന്തായാലും ഞാൻ പറയുന്നു, ഇതൊരു പോകേണ്ട സ്ഥലമാണ്. മുന്തിരികൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും, ബട്ട് കാണാൻ അടിപൊളിയാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു പാനിപൂരി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഇടയ്ക്ക് വെച്ച് ഞാനൊരു ദിവസം പാനിപൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളി പാനിപൂരിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് പാനിപൂരി കഴിച്ചപ്പോൾ എനിക്കാണെങ്കിൽ തുപ്പണോ ഇറക്കണോ എന്നുള്ള ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ കൊട്ടയിൽ ബൾബ് തൂക്കിയിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണല്ലേ, എന്തൊക്കെ കാണണം. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ പോയി. എന്തിനായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യം നോക്കിയത് ഈ കിളികളെയായിരുന്നു. ഭയങ്കര അടിപൊളി. എനിക്കാണെങ്കിൽ അവിടുന്ന് തിരിച്ച് വരാനേ വയ്യായിരുന്നു, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഇതും കൊട്ടയ്ക്കകത്ത് ലൈറ്റ് വെച്ചിരിക്കുകയാണ്. അത് വേരിയസ് കളേഴ്സിലുണ്ട്. പിങ്ക്, യെല്ലോ, ബ്ലൂ, ഗ്രീന്, അങ്ങനെ പല പല കളേഴ്സിലുണ്ടായിരുന്നു. സിൽവർ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. എനിക്കെന്തായാലും ഈ പ്ലേസിൽ ഒന്നുകൂടെ പോകണം, എനിക്കൊന്നുകൂടെ വിസിറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ താമസിച്ച സ്ഥലത്തിൻ്റെ നമ്മുടെ നൈറ്റ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തീ കത്തുകയല്ല, ലൈറ്റ് കത്തിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു പച്ച ലൈറ്റ് ഉണ്ട്. അന്നേരം ഇതായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന വീട് എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ഡേ 2 വീഡിയോ ആണ് കേട്ടോ. ഡേ 2 നല്ല മഴയത്ത് ഞങ്ങൾ സൈഡിൽ പോയിരുന്ന് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതോ അവിടെ നമ്മുടെ പട്ടിക്കുട്ടന്മാർ കിടക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്ന ആ ഡാനിഷ് എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയില്ലേ, അവനാണെങ്കിൽ പറയുന്നത് പോലെ സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർലി എന്ന് പറഞ്ഞ ഡോഗ് സിറ്റ് ചെയ്യും, സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ചെയ്യും. അങ്ങനത്തെ ഒരു അടിപൊളി ഡോഗാണ്. പിന്നെ അവിടെ ഡോബർമാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിച്ച് പോയി ഞാൻ. അന്നേരം പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാൻ നേരം ഞങ്ങൾ ഒരു ഏലത്തോട്ടത്തിലൊരു റൈഡ് പോവുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ പുലി ഇറങ്ങുന്ന സ്ഥലങ്ങളാണെന്നൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു ഏലത്തോട്ടം. അന്നേരം ഇതെനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് നമ്മൾ ഈ ഒരു ഏലത്തോട്ടവും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാണ്. സോ എനിക്ക് ഈ ഒരു ഏലത്തോട്ടം അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റിയലി പറയാനാണെങ്കിൽ എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിൽ പോകാൻ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം ലോങ്ങായി പോയി. ബട്ട് എനിക്ക് ഇനിയും സംസാരിക്കാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളി പ്ലേസ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേ. ടാറ്റാ ബൈ, സീ യു.